ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക്ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പാലട പ്രഥമൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സദ്യകൾക്കൊക്കെ കിട്ടുന്നത് പോലെ നല്ല പിങ്ക് കളറിൽ എങ്ങനെയാണ് പാലട പായസം ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു പായസം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാല് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപ് കുക്കറിൽ ഓയിലിൻ്റെ അംശമോ അതുപോലെ തന്നെ സോപ്പിൻ്റെ അംശമോ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമേ പാലൊഴിച്ച് കൊടുക്കാവൂ. അടുത്തതായി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പായസത്തിലേക്ക് വേണ്ട പഞ്ചസാര, ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പാല് തിളച്ച് വരുന്നത് വരെ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കുന്ന പാലടയ്ക്ക് ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പാലിങ്ങനെ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുക്കർ അടച്ചു വയ്ക്കാം. 35 മിനിറ്റ് വരെ നമ്മൾ ഈ രീതിയിൽ പാല് വേവിച്ചെടുക്കണം. വിസിൽ വരാണെങ്കിൽ സ്റ്റൗ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഓണാക്കി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് പാലടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ അട ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അട ഒന്ന് നന്നായിട്ട് മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അട നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലട പ്രഥമന് ആവശ്യമായിട്ടുള്ള അട ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അട ഇങ്ങനെ എടുത്ത് കൈകൊണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കതിൻ്റെ വേവ് മനസ്സിലാവും. ഇതുപോലൊരു പരുവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേഗം സ്ട്രെയിൻ ചെയ്ത് കഴുകി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പാല് കണ്ടോ, പിങ്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പാലട പ്രഥമൻ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ സദ്യക്കൊക്കെ കിട്ടുന്ന ആ ഒരു കളറിലേക്ക് പാല് മാറിയിട്ടുണ്ട്. പാല് പാട കെട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പാലട പ്രഥമന് വേണ്ടിയിട്ടുള്ള പാല് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇനി പായസം തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാറ്റിയത്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. മാത്രമല്ല, ഉരുളിയിൽ വെക്കുന്ന പായസത്തിന് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടായിരിക്കും. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാല് നന്നായിട്ട് ചൂടായി വരണം. മാത്രമല്ല, നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിച്ച് നമ്മൾ ഇളക്കി കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അടി പിടിക്കും ചിലപ്പോൾ. അപ്പോൾ നന്നായിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. പാല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. മാത്രമല്ല, നല്ല തിക്കായിട്ട് ഈ പാല് വരണം. നമ്മൾ ഒഴിച്ച വെള്ളം അതുപോലെ തന്നെ കുറച്ച് പാലും കൂടെ വറ്റിച്ചെടുത്താലാണ് ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടുള്ളൂ. 1 നുള്ള് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് നമ്മൾ ഒഴിച്ച വെള്ളവും കുറച്ച് പാലും നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാലട ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന അതേ ഒരു പാലടയുടെ ടെക്സ്ചറും അതേ ഒരു ടേസ്റ്റുമാണ് ഈ ഒരു പാലടയ്ക്ക്. നല്ല പിങ്ക് കളറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണോ നമ്മൾ സ്റ്റൗ ഓഫാക്കിയെന്ന് അറിയാൻ വേണ്ടി നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നോക്കുമ്പോൾ മീതിങ്ങനെ അട പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാലട പ്രഥമൻ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഓണത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പായസങ്ങളിൽ ഒന്നാണ് പാലട പ്രഥമൻ. പാലട പ്രഥമൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങളെ അറിയിക്കുക. ഓണം റെസിപ്പീസ് ഇതുപോലുള്ളത് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.